ഞാൻ വിളിച്ചു പറയട്ടെ, പരിശുദ്ധാത്മാവിനോട് പറയുന്നത് 7 തൂണുകൾ ഒരു വലിയ ഗ്രൗണ്ടിനകത്ത്, ഒരു ഓപ്പൺ ഗ്രൗണ്ടിനകത്ത് വലിയ 7 തൂണുകൾ 7 സ്ഥാനങ്ങളിലായി നാട്ടപ്പെട്ടിരിക്കുന്നു. ഈ 7 തൂണുകൾ 7 രാജ്യങ്ങളെന്ന് ആത്മാവ് പറയുന്നു. 7 രാജ്യങ്ങൾ, നിങ്ങൾ ദൂത് കേൾക്കണേ. 7 തൂണുകൾ 7 രാജ്യങ്ങൾ. ഈ തൂണുകളുടെ മേൽഭാഗം ഒന്നിച്ചു വന്നുകൂടുന്നു. ഈ 7 തൂണുകളുടെ മേൽഭാഗം ഒന്നിച്ചു വന്നുകൂടുന്നു. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, 7 രാജ്യങ്ങൾ ഒരുമിച്ച് ചില കരാറുകൾ വെക്കാൻ പോകുന്നു. ശ്രദ്ധിക്ക. 7 രാജ്യങ്ങൾ ഒരുമിച്ച് ഒരു നേതാവിനെ വാഴിക്കാൻ പോകുന്നു. 7 രാജ്യങ്ങൾ ഐക്യകണ്ഠമായി ഒരു നേതാവിനെ വാഴിക്കും. അദ്ദേഹം വിഗ്രഹങ്ങളെ സേവിക്കുവാൻ ജനത്തിന് അനുവാദം കൊടുക്കും. വിഗ്രഹ സേവനങ്ങൾക്ക് അവൻ ഓർഡറുകൾ ഇടും. പരിശുദ്ധാത്മാവനോട് വിളിച്ചു പറയുന്നു, ആമേൻ. സകല ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും എല്ലാ പ്രവർത്തനങ്ങളും തുടങ്ങുന്നതിന് മുന്നമേ ഏതോ ചില പാസ്വേഡുകൾ നിലവിൽ വരും. അത് ഉപയോഗിക്കാതെ ക്രയവിക്രയം ചെയ്യാൻ പറ്റത്തില്ല. 7 രാജ്യങ്ങളും ഐക്യകണ്ഠമായി ഒരുവനെ പ്രസ്താവിക്കും. ആത്മമണ്ഡലങ്ങൾക്കകത്ത് ആരാധനകൾക്ക് സ്വാതന്ത്ര്യം നൽകാത്ത രീതിയിൽ അധികാര തലങ്ങളിൽ സ്ഥാനങ്ങൾ എഴുന്നേൽക്കും, വ്യക്തികൾ എഴുന്നേൽക്കും. ഒരു ഫറവോൻ ജനത്തെ ആരാധിക്കാൻ വിടാതിരുന്നത് പോലെ ആരാധനയ്ക്ക് ലിമിറ്റേഷനുകൾ ഉണ്ടാകും. അതിന്റെ നടുവിൽ എന്റെ ജനത്തെ വിട്ടയക്കെന്ന് പറയുക, വിട്ടയക്കുക എന്ന് പറയുക. പരിശുദ്ധാത്മാവ് പറയുന്നു, സ്റ്റേജുകൾ മാറ്റിവെച്ച്, പ്രശസ്തികൾ മാറ്റിവെച്ച്, തിരശ്ശീലകൾക്ക് പിൻപിലിരുന്ന് കരയുന്ന ആരെയോ ദൈവം എഴുന്നേൽപ്പിക്കും. ആ വ്യക്തി കേരളത്തിൽ നിന്നായിരിക്കും. പരിശുദ്ധാത്മാവ് പറയുന്നു, അധികാര മണ്ഡലങ്ങളോട്, അന്തഃപുരങ്ങളോട്, രാജാക്കന്മാരോട് ദൂത് വിളിച്ചു പറയുക. ശക്തമായ ഒരു ഉണർവ് ഇന്ത്യയിൽ ഉണ്ടാകും. കേരളത്തിൽ ചിലർ അതിന് ചുക്കാൻ പിടിക്കും. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, രക്തസാക്ഷിയായി വീഴത്തക്ക നിലവാരത്തിൽ ഒരു കൂട്ടം ജനത്തെ ദൈവം എഴുന്നേൽപ്പിക്കും. കേരളത്തിന്റെ മധ്യ കേരളം പരിശുദ്ധാത്മാവിനോട് പറയുന്നു, കൊച്ചിൻ പോലെയുള്ള, എറണാകുളം പോലെയുള്ള ചെറു സഭകൾക്കകത്തും ഇരിക്കുവാൻ ഇടമില്ലാത്ത രീതിയിൽ ആത്മാക്കളുടെ ഒഴുക്കുണ്ടാകും. പരിശുദ്ധാത്മാവ് പറയും, ഇതുവരെ കേരളക്കര കണ്ടിട്ടില്ലാത്ത ഒരാത്മീക ഉണർവിലേക്ക് പരിശുദ്ധാത്മാവ് ചിലതിനെ കേരളക്കരയുടെ കോട്ടയം, പത്തനംതിട്ട, കൊച്ചിൻ പോലെയുള്ള മണ്ഡലങ്ങളിൽ പിടിച്ചാൽ നിർത്താത്ത ആത്മസാന്നിധ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി അയക്കുമെന്ന് ആർക്കും പിടിച്ചു നിർത്താൻ പറ്റാത്ത, ദൈവദാസനെ പ്രമാണികളും നേതാക്കന്മാരും ആലോചന ചോദിക്കാൻ കയറി വരും. പരിശുദ്ധാത്മാവനോട് വിളിച്ചു പറയുന്നു, 7 ഭൂഖണ്ഡങ്ങൾക്കകത്തും പുറന്തള്ളപ്പെട്ടവനായല്ല, 1ാം സ്ഥാനത്ത് ദൈവം നിർത്തും. പരിശുദ്ധാത്മാവനോട് പറയുന്നു, നിങ്ങളിലൂടെ അഭിഷക്തനെ അപ്പോസ്തലന്മാർ എഴുന്നേൽക്കും, രാജ്യങ്ങളുടെ മേൽ തീതുപ്പുന്ന പ്രവാചകന്മാർ എഴുന്നേൽക്കും. പരിശുദ്ധാത്മാവനോട് പറയുന്നു, നിങ്ങളുടെ കയ്യിലെ അസ്ത്രം
വീരന്റെ കയ്യിലെ അസ്ത്രം പോലെ ഇരിക്കും. കർത്താവിനോട് പറയുന്നു, മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകുന്ന ഒരു കാഴ്ച ഈ ലോകരാജ്യങ്ങൾക്കകത്ത് പിൻപിൽ നിൽക്കുന്ന ചിലർ, പിൻപിൽ നിന്ന ചിലർ മുമ്പിൽ നിന്നവരെ തള്ളി മാറ്റി ആമേ സ്ഥാനങ്ങളിലേക്ക് വരുന്നത്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്നലകളിൽ ആരാധനകൾക്കും ദൈവവചനത്തിനും മുൻതൂക്കം കൊടുത്ത രാജ്യങ്ങൾ പുറകോട്ട് പോകും. ക്രിസ്തീയ രാജ്യമെന്നറിയപ്പെട്ട രാജ്യങ്ങൾ പുറകോട്ട് പോകും. എന്നാൽ അപ്പോൾ തന്നെ മുസ്ലിം രാജ്യമെന്നറിയപ്പെട്ട രാജ്യങ്ങൾ യേശുവിനെ അറിയാൻ തുടങ്ങും. കൂട്ടമായി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. ശ്രദ്ധിക്ക, പരിശുദ്ധാത്മാവിനോട് പറയുന്നു, പ്രവാസി രാജ്യങ്ങൾക്കകത്ത്, ഗൾഫ് നാടുകൾക്കകത്ത് കർത്താവിനെ എഴുതി കാണിക്കുന്നു. അൽക്കോബാർ, റാസൽ കൈമ, സലാല, 3 ദേശങ്ങൾക്കകത്ത് ഒരു കാറ്റടിക്കാൻ പോകുന്നു. പ്രവാസി പ്രതികരിച്ചേ ആത്മാവിൽ പ്രതികരിക്കുക. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട ദൂതുകൾക്ക് വേണ്ടി ആത്മാവിൽ പ്രതികരിക്കുക. രാജ്യങ്ങളുടെ ഉണർവിന് വേണ്ടി തമ്പുരാൻ നിന്നെ കണ്ടിരിക്കുക. നിന്റെ അകത്ത് ദർശനങ്ങളുടെ താക്കോൽ ഇന്നു രാത്രി പരിശുദ്ധ ആത്മാവ് ഓപ്പൺ ചെയ്യുക. രാജ്യങ്ങളോട് പ്രവചിക്കാൻ പരിശുദ്ധയാത്മാവേ the lion of the Judah, യഹൂദന്റെ സിംഹം എന്ന പേരിൽ ചില പ്രസ്ഥാനങ്ങൾ ഞാനത്രേ വരുവാനുള്ള മശിക എന്ന പേരിൽ ഉടലെടുക്കും. ആമേൻ. പരിശുദ്ധാത്മാവോട് പറയുന്നു, ഐ ആം ദ ലയൺ ഓഫ് ദ ജൂദ എന്നുള്ള പേരിൽ ചില പ്രസ്ഥാനങ്ങൾ പുറത്തു വരും. അവർ ഞാനത്രേ വരുവാനുള്ള മശിക എന്ന പേരിൽ അനേക അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കാണിക്കും. പരിശുദ്ധാത്മാവ് അവരോട് വ്യക്തമായും പറയുന്നു, മലയാളക്കരയിൽ ജനം ആത്മീയ ഗാനങ്ങൾ സീഡികളിലാക്കി പാടി ആമേൻ ആരാധിക്കുന്ന പോലെ അറബ് രാജ്യങ്ങളിൽ, മുസ്ലിം രാജ്യങ്ങളിൽ യേശുവിന്റെ പാട്ടുകൾ സീഡികൾക്കകത്ത് ഇന്തോനേഷ്യ, ചൈന പോലെയുള്ള രാജ്യങ്ങൾക്കകത്ത് ശക്തമായ ചില ഭൂചലനങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ പോലെ ഈ നാളുകളിൽ ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ്. ഈ 8-ാം മാസത്തിൽ ഉൽക്കകൾ പോലെ ചില തീഗോളങ്ങൾ ആമേൻ ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് വീഴുകയും ചില ഭൂപ്രദേശങ്ങൾ തന്നെ അപ്രതീക്ഷിതമാകുന്ന നിലവാരത്തിൽ സ്വർഗത്തിലെ ആത്മാവ്, പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ദൈവജനമേ, ഈ രാത്രിയിൽ ഇന്നലകളിൽ നീ കണ്ടതല്ല, സ്വർഗത്തിന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചത്. ദൈവത്തിലുള്ളത് ആരറിയും? മനുഷ്യനിലുള്ളത് മനുഷ്യാത്മാവ് അറിയും. ദൈവത്തിലുള്ളത് അറിയുന്നത് ആരാ? ദൈവാത്മാവുള്ളവർ. നാമോ അവന്റെ ആത്മാവുള്ളവർ.